ചൂട് സമയത്ത് ടെമ്പറേച്ചർ കൂടാറുണ്ട് പൊതുവെ. ഒരു 90-100 വരെ കുഴപ്പമില്ല. പക്ഷെ 100 മേപ്പോട്ട് പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, വണ്ടിക്ക് റെസ്റ്റ് കൊടുക്കണം. നമസ്കാരമുണ്ട് കൂട്ടുകാരെ, നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു? അപ്പോൾ പലരും എന്നെ വിളിക്കാറുണ്ട് പേഴ്സണലായിട്ട് വാട്സപ്പിൽ. അതായത് 90 ആവുന്നു, 95 ആവുന്നു, 100 ആവുന്നു, ടെമ്പറേച്ചർ ചൂടത്ത് നല്ല ലോഡും ഉണ്ട്, കയറ്റമൊക്കെ എങ്ങനെ കയറണം, AC ഓഫ് ചെയ്യണോ, AC ഇട്ട് ഓടിക്കണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ കൂട്ടുകാരെ, പൊതുവേ ഞാൻ പറയാമല്ലോ, വണ്ടിക്ക് ഈ ചൂട് സമയത്ത് സൗദിയിൽ ഇപ്പം 47, 48, 50 ഒക്കെ ആവുന്നു. അപ്പോൾ കൂടും ടെമ്പറേച്ചർ. നമ്മൾ ഒന്നാമത്തെ കാര്യം, സ്ക്രീനിൽ ഏത് വണ്ടി നമ്മൾ ഓടിക്കോട്ടെ, നമ്മുടെ ഇരിക്കുന്ന ട്രക്ക് സ്ക്രീനിൽ ടെമ്പറേച്ചറിൻ്റെ ആ പൊസിഷൻ ഇട്ട് ഓടിക്കണം. നമുക്ക് പെട്ടെന്ന് കാണത്തക്കമാണ്. കമ്പ്യൂട്ടർ വണ്ടികളൊക്കെയാണ്. പഴയ വണ്ടികളൊക്കെ നമുക്ക് ആ സൂയി നോക്കിയാൽ മനസ്സിലാവും. അതിന് പ്രത്യേക മീറ്ററാണ്. ഇപ്പോഴത്തെ വണ്ടികളിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കണം. അല്ലെങ്കിൽ നല്ല ഹീറ്റ് ആകുമ്പോഴേ അത് കയറി വരത്തുള്ളൂ, അതുവരെ കയറി വരത്തില്ല. ഞാൻ പറഞ്ഞ നോർമൽ നമ്മൾ അത് കമ്പ്യൂട്ടറിൽ സെറ്റ് ചെയ്ത് വെക്കണം. ആ സ്ക്രീനിനകത്ത് ടെമ്പറേച്ചറിൻ്റെ സിസ്റ്റം സെറ്റ് ചെയ്ത് വെച്ച് നമ്മളത് നോക്കി ഓടിക്കണം. ഓവർ ഹീറ്റ് ആയാലും എന്തെങ്കിലും കുഴപ്പമൊക്കെ ഉണ്ടാകുന്ന ആൾക്കാർ ചോദിക്കാറുണ്ട്. തീർച്ചയായിട്ടും ഓവർ ഹീറ്റ് ആയ കുഴപ്പമാണ്. 100 വരെ കുഴപ്പമില്ല. ഈ ചൂടത്ത് കയറ്റത്തിൽ ലോഡും പുറത്ത് 100 വരെ. പക്ഷേ 100 താഴണം കയറ്റം കയറി കഴിയുമ്പോൾ. അല്ലെങ്കിൽ ഗിയർ അപ്പ് ചെയ്യുമ്പോഴോ ഡൗൺ ചെയ്യുമ്പോഴോ, ആക്സിലേറ്റർ കാല് മാറ്റി കഴിയുമ്പോൾ, അല്ലെ ആക്സിലേറ്റർ കുറച്ച് കൊടുത്ത് കയറ്റുമ്പോൾ ഡൗൺ ആവണം. വീണ്ടും കയറി പോകാനും ശ്രദ്ധിക്കണം. ഓക്കെ, കയറ്റം കയറി കഴിഞ്ഞു, അപ്പോൾ ഡൗൺ ആവുന്നുണ്ട്, ഗിയറൊക്കെ അപ്പ് ചെയ്ത് പോകും തോറും ഡൗൺ ആവുന്നുണ്ട്. അങ്ങനെ പ്രശ്നമില്ല. പിന്നെ അല്ലെങ്കിൽ റെസ്റ്റ് കൊടുക്കുക. 100 മേപ്പോട്ട് വരുമ്പോൾ റെസ്റ്റ് കൊടുക്കുക. 105 കയറ്റാതിരിക്കുക. പിന്നെ ഓവർ ഹീറ്റ് ആവും തോറും പല പ്രശ്നങ്ങളും വണ്ടിക്കുണ്ടാകും. കമ്പ്യൂട്ടർ വണ്ടിയാണ്, ചിലപ്പോൾ അത് അലാറം കാണിക്കും, ചിലപ്പോൾ ഇഞ്ചൻ ഓഫ് ആക്കാം, ഒക്കെ അത് സേഫ്റ്റിക്ക് വേണ്ടി ചെയ്യുന്നതാണ്. ആ ഒരു സമയം വരെ കാത്തിരിക്കാതെ അതിനെ കൺട്രോൾ ചെയ്യണം. പിന്നെ 85 നോർമൽ കുഴപ്പമില്ല. 85-90 ഒക്കെ മിക്കവാറും വണ്ടികൾ കാണിക്കും, അത് നോർമലാണ്. 100 വരെ ചിലപ്പോൾ ലോഡും പുറത്ത് കാണിക്കും. പിന്നെ ചില വണ്ടികളുണ്ട് 100 വരെ വന്നിട്ട് പിന്നെ അതിൻ്റെ വാൽവ് തുറക്കത്തുള്ളൂ. ഓക്കെ, ആ വാൽവ് തുറക്കുമ്പോൾ വീണ്ടും അത് തണുപ്പിക്കും വണ്ടി. ഈ ഇഞ്ചിന് അല്ലെങ്കിൽ അതിന് വണ്ടിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഒരു ടെമ്പറേച്ചർ അത് നിലനിർത്തണം വണ്ടിയുടെ ഫംഗ്ഷന് വേണ്ടി, ഓയിലിൻ്റെ ഫംഗ്ഷന് വേണ്ടി. ഒരു ടെമ്പറേച്ചർ അതിന് നിലനിർത്തണം. അതിന് ശേഷമേ അത് വാൽവ് ചിലപ്പോൾ തുറന്ന് അത് കൂളിംഗ് സിസ്റ്റത്തിലേക്ക് പോകത്തുള്ളൂ. ഓക്കെ, ഇനി ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയുന്നവർ നിങ്ങൾ കമൻറ്റ് ഇടാൻ മറക്കല്ലേ. ഞാൻ ഈ എക്സ്പീരിയൻസും അറിവൊക്കെ വെച്ചാണ് പറയുന്നത് കേട്ടോ. നമുക്ക് ചെയ്യാവുന്ന കാര്യം ഇത്രയാണ്: വണ്ടി തണുപ്പിക്കുക, റെസ്റ്റ് കൊടുക്കുക. ആവശ്യമെന്ന് വെച്ചാൽ റേഡിയേറ്ററിൽ നമ്മൾ കൂളൻ്റോ അല്ല നിങ്ങൾ എന്തോ ഒഴിക്കുന്നു വെച്ചാൽ അതൊഴിക്കുക. അതിനെ ടെമ്പറേച്ചറിനെ താഴ്ത്തുക. ടെമ്പറേച്ചർ ഒത്തിരി ആകുമ്പോൾ അത് ഇഞ്ചിന് പ്രശ്നം വരും. ഗ്യാസ്കറ്റൊക്കെ ചിലപ്പോൾ ലീക്ക് വരാം, ഗ്യാസ്കറ്റിന് പ്രശ്നം വരാം, പിസ്റ്റനൊക്കെ പ്രശ്നം വരാം. ഓക്കെ, ഓയിൽ ഒത്തിരി ഓവർ ഹീറ്റ് ആകാൻ പാടില്ല, ഇഞ്ചിനകത്തുള്ള ഓയിൽ. എന്നാൽ ഓയിലിന് ചലിക്കണമെങ്കിൽ ഹീറ്റ് ആവശ്യമാണ്. ഓവർ ഹീറ്റിൽ ഓയിലിന് പ്രശ്നം വരും. അതും ബെയറിങ്ങിനെയും, ഈ ഓയിൽ ഒത്തിരി ലിറ്റർ ഓയിലുണ്ടല്ലോ, അതൊക്കെ ശരിയായിട്ട് അതിൻ്റെ ലൂബ്രിക്കേഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ, ഓവർ ഹീറ്റ് കാരണത്താൽ ചിലപ്പോൾ ലൂബ്രിക്കേഷൻ കുറയും. അതുകൊണ്ടാണ് കമ്പ്യൂട്ടർ അത് പെട്ടെന്ന് അലാറം കാണിച്ച് ഇഞ്ചിനെ ഒന്ന് നിങ്ങൾ നോക്കാൻ വേണ്ടി അലാറം കാണിക്കുന്നത്. അല്ലെ തനിയെ അത് ഒത്തിരി ചൂടായി കഴിയുമ്പോൾ തനിയെ ഇഞ്ചിൻ ഓഫ് ആവും. അത് സേഫ്റ്റിക്ക് വേണ്ടിയാണ്. തനിയെ ഇഞ്ചിൻ ഓഫ് ആവാൻ പാടില്ല. ഓക്കെ, പിന്നെ ചൂടായ വണ്ടി പെട്ടെന്ന് നോർമലിലേക്ക് 100-110 ഒക്കെ കയറി വരുമ്പോൾ ഇഞ്ചിൻ ഓഫും ചെയ്യരുത്. ഓഫ് ചെയ്യാതെ റേഡിയേറ്ററിൻ്റെ ബോണറ്റ് തുറന്ന് വെച്ച് വേണ്ടത് നിങ്ങൾ ചെയ്യുക. പിന്നെ ഡൗൺ ആയിട്ട് വണ്ടി ഓടിക്കുക. പിന്നെ ഗിയർ അപ്പും ഡൗണും ചെയ്ത് ആക്സിലേറ്റർ കുറയ്ക്കാം. അത് വേണ്ട ഗിയർ നല്ല വണ്ടി ഓടുന്നുണ്ടെങ്കിൽ ഗിയർ അപ്പ് ചെയ്ത് കൊടുക്കുക. 3ാമത്തെ ഗിയർ 4ാമത്തെ ഗിയറിലാക്കുക, 4ാമത്തെ 5ലാക്കുക. എന്നിട്ട് റേസ് കൂടെ കുറച്ച് കൊടുക്കണം. ഇപ്പം 4 കയറുന്നില്ല, 3-ലിട്ടോ കുഴപ്പമില്ല. 3 കയറുമ്പോൾ ഒത്തിരി റേസ് കൂട്ടരുത്. വീണ്ടും ടെമ്പറേച്ചർ കയറിക്കൊണ്ടിരിക്കും, പ്രശ്നമാവും. റേസ് കുറച്ച് വണ്ടി അതിൻ്റെ രീതി കയറിക്കോട്ടെ. അങ്ങനെയൊക്കെ നമുക്ക് ടെമ്പറേച്ചർ കുറയ്ക്കാം. പേടിക്കണ്ട, 100 വരെ വന്നാൽ പേടിക്കണ്ട. ഒരു 85, 90, 95 ഒക്കെ നോർമലാണ്. 100 വരെയും അത്യാവശ്യം വന്നാൽ കുഴപ്പമില്ല. പക്ഷെ 100 മേപ്പോട്ട് പോകും തോറും കുറയണം. ഗിയർ അപ്പും ഡൗണും ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ലോഡ് ലെവലാവുമ്പോൾ കുറഞ്ഞിരിക്കണം. വണ്ടി കുറയുന്നുണ്ടെങ്കിൽ ഓക്കെയാണ്, നമുക്ക് മനസ്സിലാവും. വാൽവൊക്കെ തുറന്ന് അതിന് വേണ്ട പ്രക്രിയ വണ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ അറിവുകൾ പറയുന്നത്. ഇനി നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ പറഞ്ഞിട്ട്, വോൾവോ ആയിക്കോട്ടെ, മാൻ ആയിക്കോട്ടെ, മെർസിഡീസ് ബെൻസ് ആയിക്കോട്ടെ, സ്കാനിയ ആയിക്കോട്ടെ, അതിൽ ഒക്കെ എത്രയാണ് നോർമൽ, എങ്ങനെയൊക്കെയാണ് ഓവർ ഹീറ്റ് ആകുമ്പോൾ നിങ്ങൾ അതിനെ കൺട്രോൾ ചെയ്യുന്നത്, എപ്പോഴാണ് ഓവർ ഹീറ്റിൽ ഇഞ്ചിന് പ്രശ്നം ഉണ്ടാകുന്നത്, ജാക്കറ്റൊക്കെ പൊട്ടാനും മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ ഇഞ്ചിൻ ഉണ്ടാകുന്നത് എപ്പോഴാണ്, നിങ്ങൾ ഓവർ ഹീറ്റ് ആകുമ്പോൾ വണ്ടിക്ക് റെസ്റ്റ് കൊടുക്കാറുണ്ടോ, അതൊക്കെ ഒന്ന്
നിങ്ങൾ പറയണേ. പിന്നെ എ സി ഓഫ് ചെയ്യാം. കയറ്റമൊക്കെ കയറുമ്പോൾ എ സി ഓഫ് ചെയ്യാം. ചൂട് സമയത്ത് എ സി ഓഫ് ചെയ്യാനൊക്കത്തില്ല. എ സി ടെമ്പറേച്ചർ കൂടുന്തോറും എ സി ഓഫ് ചെയ്ത് കുറച്ച് സമയം ഓടിക്കും. ടെമ്പറേച്ചർ താന്നിട്ട് പിന്നെ എ സി ഓൺ ചെയ്യും. അതും അതിൻ്റെ കൂടെ ഞാൻ പറയട്ടെ, പ്രയോജനപ്പെടുന്ന കാര്യമാണ്. പുതിയ വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.